മലപ്പുറം ജില്ലയ്ക്കെതിരെ വിദ്വേഷ പ്രസംഗവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറം പ്രത്യേക രാജ്യവും പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനവുമാണ്. സ്വതന്ത്രമായ വായു ശ്വസിച്ചും അഭിപ്രായം പറഞ്ഞും മലപ്പുറത്ത് ജീവിക്കാൻ കഴിയില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. SNDP യോഗം നിലമ്പൂർ യൂണിയൻ സംഘടിപ്പിച്ച കൺവെൻഷനിലാണ് വിവാദ പ്രസംഗം. SNDP യോഗം നിലമ്പൂർ യൂണിയൻ ചുങ്കത്തറയിൽ സംഘടിപ്പിച്ച ശ്രീനാരായണ കൺവെൻഷനിലാണ് മലപ്പുറം ജില്ലയ്ക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ വിഷം തുപ്പിയത്. മലപ്പുറം പ്രത്യേക രാജ്യവും പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനവുമാണ്. രാജ്യത്തിനിടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും നോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്ന് ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ പ്രയാസവും പരിമിതിയും എനിക്കറിയാമെന്ന് പറഞ്ഞായിരുന്നു വിദ്വേഷ പരാമർശങ്ങൾ. ഒരു സ്വതന്ത്രമായ ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ശ്യാമത്തേക്ക്. അപ്പൊ കേട്ടല്ലോ നമ്മുടെ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായം. മലപ്പുറം എന്ന ജില്ലയെ രാജ്യമാക്കി, സംസ്ഥാനമാക്കി, പിന്നെ വേറെന്തല്ലോ ആക്കാൻ ശ്രമിക്കുകയും ഈ വാർത്തയോട് കൂടുതൽ അങ്ങോട്ട് ഗൗരവം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചാനൽ ശരിക്കും ശ്രദ്ധിച്ചപ്പോഴാണ് വിഷം തുപ്പുന്നതും വിദ്വേഷ പ്രസംഗമായിട്ട് ഒക്കെ അവർ പറയുന്നത്. അപ്പൊ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അദ്ദേഹം കാര്യമായിട്ട് എന്തോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഇതിന് തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു അവസരം കിട്ടട്ടെ, അവിടെ പോയിട്ട് എന്തെങ്കിലും വെടിപൊട്ടിക്കാം. യഥാർത്ഥത്തില് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഈ വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ല് പാർലമെന്റിലും രാജ്യസഭയിലൊക്കെ പാസ്സാക്കി അതിന്മേലുള്ള പ്രതിഷേധവും കാര്യങ്ങളൊക്കെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആ വാർത്ത ഒന്നും എല്ലാം കൂടെ മാറ്റി നിർത്തണം. പിന്നെ അതാണ് ഒരു ലക്ഷ്യം. അതിലപ്പുറം പിന്നെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ആ അണികളുടെ ഇടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഒരുപക്ഷെ ഉണ്ടാവാം. അപ്പോ ഇയാൾക്കുള്ള ആ ഒരു പ്രാധാന്യം കുറഞ്ഞു പോണോ എന്നുള്ളൊരു സംശയം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, മലപ്പുറത്ത് പോയിട്ട് 2 കാച്ചങ്ങട് കാച്ചാം. അവിടെ സ്വസ്ഥമായിട്ടുള്ള വായു ശ്വസിക്കാൻ കഴിയുന്നില്ല. വെള്ളാപ്പള്ളി നടേശ, സ്വസ്ഥമായിട്ടുള്ള നല്ല പരിശുദ്ധിയുള്ള നല്ല എന്താണ് പരിമളമുള്ള ആ വായു ശ്വസിക്കണമെങ്കിൽ ആ മലപ്പുറത്ത് തന്നെ കിട്ടുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മുസ്ലിം സമുദായത്തിന്റെ ഒരുപാട് ആദരണീയരായ നേതാക്കളുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പോലെ പരിശുദ്ധ ദീനിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരുണ്ട്, സമുദായ വക്താക്കളുണ്ട്. ആരെങ്കിലും ഇതുപോലെ ജില്ല അടിസ്ഥാനത്തിലോ മതപരമായിട്ടോ വിശ്വാസങ്ങളോ അത് മനുഷ്യരെ വേർതിരിച്ച് ഏതെങ്കിലും തരത്തിൽ ഈ നേതാക്കള് വർഗീയ ചേർതിരിഞ്ഞോ, സാമുദായിക ഐക്യം ഭിന്നിപ്പിക്കുന്ന രീതിയിലേക്കോ, മനുഷ്യന്റെ മതസൗഹാർദ്ദം ഭിന്നിപ്പിക്കുന്ന രീതിയിലേക്കോ, സ്നേഹസമ്പന്നമായി ജീവിക്കുന്ന ഇടങ്ങളെ ഭിന്നിപ്പിക്കുന്ന അവസ്ഥയിലേക്കോ എന്തെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തുറന്നു പറയണം. മറ്റൊന്ന് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുമ്പോൾ തത്തുല്യമായിട്ടുള്ള അതിനുള്ള റീസൺ, കാരണം എന്താണ്? അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അത് ഈ മനുഷ്യരോട് പറയണ്ടേ? നിങ്ങൾ പൊതുവായിട്ടൊരു അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ എന്തും പറഞ്ഞു കളയാം എന്നാണ് നിങ്ങളെ വെല്ലുവിളിക്കുന്നത്. മലപ്പുറം എന്ന സ്നേഹത്തിന്റെ കവാടം തുറക്കുന്ന ആ പൂങ്കാവനത്തില് ആർക്കാണ് എന്ത് പ്രയാസമാണ് ഉണ്ടായിട്ടുള്ളത്? ഞാനൊരു മലപ്പുറം ജില്ലക്കാരനാണ്, പൊന്നാനി മണ്ഡലം. അപ്പൊ നമുക്കത് അറിയാൻ ആഗ്രഹമുണ്ട്. മറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ സ്നേഹപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെയൊക്കെ പൂർവികരായ മഹാന്മാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്, ഞാൻ ഒരു വെളിയങ്കോട്ടുകാരനും കൂടിയാണ്, വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട മർഹൂം നേതാവ് ആഷിഖുർ റസൂൽ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ആട്ടിപ്പായിച്ച നികുതി തരില്ല എന്ന് പറഞ്ഞ് ഉച്ചേശ്വരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ മഹാനവറുകൾ, അവരുടെയൊക്കെ കൂട്ടുകാരി എന്ന് പറയുന്നത് ഈ ഹൈന്ദവ വിശ്വാസമുള്ള ആളുകളായിരുന്നു. മമ്പ്രം തങ്ങളുടെ കൂട്ടുകാർ ഹൈന്ദവ വിശ്വാസമുള്ളവരായിരുന്നു. കുഞ്ഞാമുസ്ലിയാരും മങ്ങാട്ടച്ചനും ഇങ്ങനെ നീണ്ട നിരയാണ് ഞങ്ങളുടെ മലപ്പുറം മണ്ണിന്റെ ഈ പൂർവികരായ മഹാന്മാർ കാണിച്ചു തന്ന മാതൃക. അതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പുലുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലപ്പുറമുള്ള ഒരു അവസ്ഥ മലപ്പുറം ജില്ലയിൽ ഇല്ല. നിങ്ങൾ ഉണ്ട് എങ്കിൽ തെളിയിക്കണം. മലപ്പുറം അങ്ങ് ലോകത്തിന് മാതൃകയാണ്. എവിടെ ചെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും, നിങ്ങളൊന്നൊരു വ്യക്തിയോട് ഒരു പക്ഷേ മറു രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ്? ഇന്ത്യക്കാരൻ. ഇന്ത്യയിൽ എവിടെയാണ്? കേരളീയൻ. അഭിമാനിക്കാം. അതിലപ്പുറം നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണ്? മലപ്പുറം. മാഷാ അല്ലാഹ്, എന്തൊരു പവറാണെന്നറിയോ? അതൊരു അഭിമാനമാണ്. മലപ്പുറത്തുകാർക്ക് പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയോ? ആതിഥ്യ മര്യാദയും സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന ഒരു പ്രദേശവും ഒരു നാടും ഏതാണെന്ന് ചോദിച്ചാൽ മലപ്പുറം. മലപ്പുറമാണ് ലോകത്തിന്റെ മാതൃക, ഇന്ത്യക്ക് മാതൃക, കേരളത്തിന് മാതൃക. ഞാൻ കൂടുതൽ മെൻഷൻ ചെയ്ത് മലപ്പുറത്തെ പറയുന്നത്, കേരളത്തെ മൊത്തം നമ്മൾ പറയുന്നത് കേരളീയർ എല്ലാവരും നല്ല മതനിരപേക്ഷ കാഴ്ചപ്പാടും മനുഷ്യസ്നേഹമുള്ളവരായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറത്തിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. കാരണം ഇവിടെ മലപ്പുറത്തെയാണ് മെൻഷൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ സ്നേഹപൂർവ്വം മലപ്പുറത്തേക്ക് 1 മാസം 6 മാസത്തേക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. അവിടെ നിൽക്കുക. സ്വസ്ഥമായ വായു ശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? പ്രവർത്തനങ്ങൾ ആരെങ്കിലും നിസാരവൽക്കരിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ നിങ്ങളൊന്ന് വായോ.
എന്നിട്ട് നിങ്ങളുടെ ഈ അണികളുമായിട്ടൊന്ന് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കൂ. ആരാണ് നിങ്ങൾക്ക് പരാതി നൽകിയത്? നിങ്ങളുടെ ഈ സംഘടനയിൽ നിങ്ങളുടെ നിലനിൽപ്പിന് ഏതെങ്കിലും അർത്ഥത്തിൽ ഏതെങ്കിലും ആരും നിങ്ങളുടെ അണികളിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട് എങ്കിൽ അവരെ പിടിച്ചു നിർത്താൻ ഞാൻ നേതാവാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് എങ്കിൽ നിങ്ങളുടെ ഈ സംസാരത്തിന് ഒരു പ്രാധാന്യമില്ല. മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞല്ലോ, നിങ്ങൾ റീസൺ പറയൂ, എന്താണ് അങ്ങനെ ഉണ്ടാവാൻ പറയാൻ വേണ്ടി കാരണം എന്താണ്? CPIഎമ്മിന്റെ ജനറൽ സെക്രട്ടറി ഗോവിന്ദമാഷ് പറഞ്ഞു, ആളുടെ സംസാരം ഒന്നും കാര്യമാക്കി എടുക്കണ്ട, കാരണം അതിനകത്ത് വലിയ പ്രാധാന്യമില്ല, നിങ്ങൾ ഈ പറയുന്നതിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? അപ്പം അതുകൊണ്ട് ഈ മലപ്പുറത്തെ മെൻഷൻ ചെയ്ത് സംസാരിക്കുന്ന ആരെങ്കിലും ഇതുപോലെ ഉണ്ട് എങ്കിൽ അവരെ മലപ്പുറത്തേക്ക് സഹർഷം സ്വാഗതം ചെയ്യിക്കുകയാണ്. ഇന്ത്യ രാജ്യമാണല്ലോ കേരളം, അവിടെ ആർക്ക് വേണമെങ്കിലും വന്ന് ജീവിക്കാം, പാർക്കാം. എന്നിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കൂ, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അവിടെ മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമാണ് പഠിപ്പിക്കുന്നത്, മനുഷ്യ സ്നേഹമാണ് പഠിപ്പിക്കുന്നത്. അവിടെ ജാതി നിറത്തിന്റെയോ മണത്തിന്റെയോ വെളുപ്പിന്റെയോ കറുപ്പിന്റെയോ വിവേചനമില്ലാതെ ഏകോദര സഹോദരങ്ങളെ പോലെ എന്റെ നാട് വെളിയങ്കോട് എത്രയോ സുഹൃത്ത് വലയങ്ങൾ നമ്മുടെ നാട്ടുകളിൽ പരിസരങ്ങളിൽ വീടിന്റെ പരിസരത്തും ഒക്കെ ജീവിക്കുന്നു ഹൈന്ദവര്. ക്രിസ്ത്യാനികളിൽ പൊന്നാനി മണ്ഡലത്തിൽ യഥേഷ്ടമുണ്ട്. ഇന്ന് വരെ ഈ വയസ്സ് വരെ നമ്മൾ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളോ മറ്റോ അവിടെ ഉണ്ടായതായിട്ട് വാർത്തയോ മറ്റു കാര്യകാരണങ്ങളോ നമ്മൾ കേട്ടിട്ടില്ല. ഇനി ആരെങ്കിലും വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അവരെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. ആരെയും മുസ്ലിം അല്ല, എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് മൈത്രിയും മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്ന മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന മനുഷ്യരൊക്കെ കൂടെ നിന്നുകൊണ്ട് അതിനെ എതിർത്ത് തോൽപ്പിക്കും. അതാണ് മലപ്പുറം, അതാണ് കേരളം, അതാണ് ഇന്ത്യക്ക് മാതൃകയാകുന്നത്, ലോകത്തിന് മാതൃകയാകുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് ഈ മനുഷ്യന്മാരെ, ഈ ഒരു സ്നേഹസമ്പന്നമായി ജീവിക്കുന്നവരെ ഭിന്നിപ്പിച്ചുകൊണ്ട് അനൈക്യമുണ്ടാക്കിക്കൊണ്ട് ഒരു വിവേചനമുണ്ടാക്കിക്കൊണ്ട് ഒരു ജാതീയ വിവേചനമുണ്ടാക്കിക്കൊണ്ട് മനുഷ്യരുടെ ഇടയിൽ അനൈക്യം സൃഷ്ടിക്കരുത് എന്ന് വളരെ വിനയപുരസ്സരം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ബൈ.